ഹലോ ഗായ്സ്, അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഹോസ്റ്റലിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടേനും. ഇവിടെ ആണെങ്കിൽ ദോശയും തക്കാളി ചട്നിയായിരുന്നു. തക്കാളി ചട്നി എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്റ്റലിനടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 1 year ആയി. പക്ഷേങ്കിൽ ഇതുവരെ ഞാനിവിടെ പോയിട്ടില്ല. ഈ സംഭവം ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഹോസ്റ്റലിനടുത്തുനിന്ന് ഒരു 10 minute മാത്രമേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആയിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാതിരുന്നത്? സത്യം പറഞ്ഞാൽ ഒന്നിക്ക് ഞാൻ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഇവളുണ്ടാവില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് 2 ഷിഫ്റ്റാണ് വരുന്നത്. സോ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളാണിത്. ഇത് കുമ്മണിപ്പറമ്പ MUP സ്കൂളാണ്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും പുറത്തുനിന്നൊക്കെ പൊറോട്ടയും ബീഫും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് സത്യം പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. സോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമുക്കുണ്ടാവില്ല നമ്മുടെ നാട്ടിനെക്കാട്ടും അടിപൊളിയാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിലെ ഫുഡ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ദേ ഇതാണ് നമ്മുടെ ഹോട്ടൽ എമിറേറ്റ്സ്. സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാണ്ട് കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എപ്പോഴും സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏർലി മോർണിംഗ് കൂടെയാണ്. ഇപ്പോൾ ഒരു ടൈം ഒരു 7 മണിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പോൾ സംഭവം പാളി. ഞങ്ങൾ ഇത്ര രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ബീഫൊന്നും ആയിട്ടില്ല എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അതെ, നമ്മൾ മൂഞ്ചി ഗൈസ്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബീഫ് ആകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പോയിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പം വരാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് തൽക്കാലം ഒരു ബൂസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പൊറോട്ട ഒന്നും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഏതെങ്കിലും ഒരു കടി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ എണ്ണക്കടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാളും 2 ബൂസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമൂസ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഐറ്റവും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ട് പറയാം. ഇത്ര രാവിലെ ഇത് കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇവൾ കഴിച്ചിട്ട് ഇത് സംഭവം അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റായിട്ട് ചെറിയൊരു കഷ്ണം മാത്രം കഴിച്ചു. അപ്പോൾ ഇതേ ചേട്ടൻ ഇതാ ബൂസ്റ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ള ബൂസ്റ്റ് കുടിക്കുകയാണ്. എപ്പം മുതൽ ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നന്നായിരിക്കും. അതെ, സത്യമായിട്ടും ഒരിക്കലും നടക്കാത്തൊരു പരിപാടിയാണിത്. അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫാത്തിമ. അപ്പം ഇവളും ഞാനും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് എയർപോർട്ടിൽ തന്നെ. ഇവൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. ഗായ്സ്, നമുക്ക് പച്ചമാങ്ങ കിട്ടി. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഹോൾസെയിൽ കടയിൽ നിന്ന് അവരവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് വെക്കുമ്പോൾ അത് കണ്ടിട്ട് ഇവള് അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചാണ്, കുറച്ച് മാങ്ങ തരുമോ ചേട്ടാന്നൊക്കെ. അല്ല കേട്ടോ. അപ്പം നമുക്ക് 2 പേർക്ക് കൂടെ 3 വെച്ചിട്ട് 3 മാങ്ങ തന്നു. ഞങ്ങളത് ഉറങ്ങുക വരെ ചെയ്യാണ്ട് 9:30 വരെ കാത്തു നിന്നിട്ട് ഇപ്പം അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി അവിടെ പൊറോട്ട ഇല്ലാന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ സത്യം പറഞ്ഞാൽ നല്ല പ്രാന്തുണ്ട്. നല്ല വെയിലായിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് ഉറക്കം തൂങ്ങിയിട്ട് കണ്ണൊക്കെ നോക്കി ഫുള്ള് ഡൗൺ ആയിട്ടാണുള്ളത്. എന്നിട്ട് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വെയിറ്റ് ചെയ്ത പൊറോട്ടയും ബീഫും വന്നു ഗൈസ്. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉള്ളത് വെച്ചിട്ട് എടുത്തു ഗൈസ്. പൊറോട്ടയും ബീഫും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കഴിക്കുന്നതിൻ്റെ ക്ഷീണം കൊണ്ടും
പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫുള്ള് നല്ല ടയേർഡാണ്. ഇനി പോയിട്ട് വേണം സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അഗെയിൻ നൈറ്റ് ഷിഫ്റ്റ് തന്നെയാണ് വരുന്നത്. 8 മണിക്ക് പിന്നെയും പോകണം. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഉറങ്ങാൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.